ഇപ്പോൾ AOPൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ടാക്സ് ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രോബ്ലം അങ്ങനെ വരാറില്ലെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയറായി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയാൽ മതി. AOP മറ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും കുറവ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ CR associate is an association of person consisting of two members C and R. Shares of members are 60% and 40%. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കേസാണ്. ഷെയർസ് ഓഫ് മെമ്പേഴ്സ് ഡിറ്റർമിനേറ്റ് ആണ്, അല്ലെങ്കിൽ നോൺ ആണ്. ഒരാളുടേത് 60ഉം ഒരാളുടെ 40% ആണെന്ന് നമുക്ക് ഗിവൺ ആണ്. ദെൻ ഇൻകം ഓഫ് AOP എന്ന് പറയുന്നത് 6 lakh ആണ്. AOPൻ്റെ ടോട്ടൽ ഇൻകം 6 lakh ആണ്. അത് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP ആൻഡ് മെമ്പേഴ്സ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഇവിടെ നമുക്ക് 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് C and R ഹാവ് ദെയർ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം AOP എമൗണ്ടിങ് ടു 1 lakh and 2,70,000 റെസ്പെക്റ്റീവ്ലി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് Cൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1 lakhഉം ആറിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2,70,000 ആണ്, അതർ ദാൻ ഇൻകം ഫ്രം AOP. അപ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എക്സ്ക്ലൂഡിങ് ഷെയർ ഓഫ് ഇൻകം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ Cക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കുറവാണ് ഇൻകം, 1 lakh ഉള്ളൂ, 2,50,000 ബിലോ ആണ്. അതേസമയം ആറിൻ്റെത് 2,70,000 ആണ്. അപ്പോൾ അത് ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണ്. അപ്പോൾ ഇത് ആദ്യത്തെ കേസാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെതെങ്കിലും എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണ് ഇൻകം വരുന്നതെങ്കിൽ AOPൻ്റെ ടാക്സ് നമ്മൾ കാണേണ്ടത് MMR റേറ്റിലാണ്. ഇനി രണ്ടാമത്തെ കേസ് C and R ഇസ് ഇൻകം എന്ന് പറയുന്നത് 1 lakhഉം 1,20,000 ആണ്. രണ്ടും 2,50,000 ബിലോ ആണ്. അപ്പോൾ അത് പറയുന്നത് ഈ സെക്കൻഡ് കേസാണ്, ഡസ് നോട്ട് എക്സീഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇനി അതിൻ്റെ ആൻസറിലേക്ക് നോക്കുമ്പം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് AOPൻ്റെ കേസിൽ ആദ്യം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, ആദ്യത്തെ കേസിൽ ആറിൻ്റെത് 2,70,000 ആണ്. അതാണ് ആർസ് ഇൻകം അതർ ദാൻ ദാറ്റ് ഫ്രം AOP എക്സീഡ് ദ ബേസിക് എക്സംഷൻ ലിമിറ്റ്, സോ AOP ഷാൾ പേ ടാക്സ് അറ്റ് MMR 42.744%. അപ്പോൾ അതെത്ര വരിക? ടോട്ടൽ ഇൻകം ഓഫ് AOP 6 lakh ആണ്. അതിൻ്റെ മുകളിൽ എന്ത് കണ്ടാൽ മാത്രം മതി? 42.744% കണ്ടാൽ നമുക്ക് AOPൻ്റെ ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ആകും. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കേസിൽ നൺ ഓഫ് ദി മെമ്പേഴ്സ്, Cൻ്റെതും ആറിൻ്റെതും ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുന്നില്ല. സോ ആ കേസിൽ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ റേറ്റിലാണ് ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്. അപ്പോൾ അതാണ് ഇൻ സെക്കൻഡ് കേസ് നൺ ഓഫ് ദി മെമ്പേഴ്സ് ഹാവ് ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം AOP എക്സീഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്, സോ AOP വുഡ് ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് അപ്ലിക്കബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ് ടു 2,50,000 വരെ നില്ലായിരിക്കും. 6 lakhൽ 2,50,000 വരെ നില്ല്. നെക്സ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 2,50,000 to 5 lakh. അതിലെത്ര വരും? 2,50,000 ഉണ്ടാവും ഡിഫറൻസ് എമൗണ്ട്. അതിൻ്റെ മുകളിൽ 5% കാണുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,000 to 500 കിട്ടും. ദെൻ അടുത്ത 5 lakh വരെ കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 6 lakhൽ 1 lakh ബാലൻസ് ഉണ്ടാവും. 1 lakhൻ്റെ മുകളിൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 വരും. എത്ര വരും? 30 to 500 വരും. 30 to 500 കൂടെ സെസ്സും കൂടെ ആഡ് ചെയ്താൽ സെസ് 4%, 32,500 സെസ് 4% ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1,300 ഉണ്ടായിരിക്കും. സോ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 33,800 ആണ് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. അത് ഈ രീതിക്കാണ് കാണുന്നത്. 6 lakhനെ ഇൻഡിവിജ്വൽ റേറ്റിൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇനി ടാക്സ് ലയബിലിറ്റി ഓഫ് C and R, അതായത് മെമ്പേഴ്സിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കുമ്പം ടാക്സ് ലയബിലിറ്റി MMRലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. MMRൽ നമ്മൾ ടോട്ടൽ ഇൻകം ഓഫ് AOP ടാക്സ് ചെയ്യുന്ന കേസിൽ
ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം AOP എന്ന് പറയുന്നത് നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ അതല്ലാതെ ഷെയർ ഓഫ് ഇൻകം ഓഫ് AOP അല്ലാതെ അവർക്ക് കിട്ടുന്ന രണ്ട് ആൾക്കും കിട്ടുന്നത് 1 lakhും 2,70,000 ആണ്. അത് നമ്മൾ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ടോട്ടൽ ഇൻകം 1 lakhും 2,70,000 ആണ്. ആദ്യത്തെ കേസിൽ ടാക്സ് ലൈബിലിറ്റി ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തെ കേസിൽ ഈ ഒരു 2,50,000 എബവ് എത്ര ഉണ്ട്, 20,000 ഉണ്ടാവും. ആ 20,000 ടാക്സ് ലൈബിലിറ്റി വരും. 20,000 5% എന്ന് പറയുമ്പോൾ 1,000 ആണ് വരിക. 1,000 ആണ് ടാക്സ് ലൈബിലിറ്റി ആദ്യത്തെ കേസിൽ വരുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 lakh ബിലോ ആണ് നമ്മളുടെ ഇൻകം. അതുകൊണ്ട് തന്നെ 87A റിബേറ്റ് കിട്ടുന്നുണ്ട് 1,000. അപ്പോൾ നമുക്ക് രണ്ട് സിക്കാണെങ്കിലും ആറിനാണെങ്കിലും ടാക്സ് ലൈബിലിറ്റി വരുന്നില്ല. ഇത് സാധാരണ തേർഡ് സെം മുതൽ പഠിക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലൈബിലിറ്റി തന്നെയാണ്, ഇവിടെ ഒന്നും ഡിഫറൻസ് വരുന്നില്ല. ഇനി സെക്കൻഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ റേറ്റിലാണ് AOPൻ്റെ ടോട്ടൽ ഇൻകം ടാക്സ് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ റേറ്റിലാണ് AOPയുടെ ടാക്സ് ലൈബിലിറ്റി വരുന്നതെങ്കിൽ ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം AOP ആഡ് ചെയ്യണം. ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം AOP എങ്ങനെയാണ് കിട്ടുന്നത്? 6 lakh ആണ് AOPയുടെ ഇൻകം. 6 lakhൻ്റെ 60% ആണ് സിക്ക്, 6 lakhൻ്റെ 40% ആണ് ആറിന്. അപ്പോൾ അതാണ് 3,60,000ഉം 2,40,000ഉം ആയിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് അവർക്കുള്ളത് 1 lakhും 1,20,000ഉം ആണ്. അതും നമ്മളവിടെ കൊടുത്തു. ആഡ് ചെയ്താൽ ടോട്ടൽ ഇൻകം കിട്ടി. ഇത് 2,50,000 എബവ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലാബ് റേറ്റ് വെച്ചിട്ട് രണ്ടുപേരുടെയും ടാക്സ് ലൈബിലിറ്റി കണ്ടു, എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടാക്സ് ലൈബിലിറ്റി കിട്ടി. അപ്പോൾ നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ 87A നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു റിബേറ്റും കൂടെ കിട്ടുന്നുണ്ട്. സെക്ഷൻ 86 അവിടെ ആവറേജ് റേറ്റിലാണ് നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ആ ആവറേജ് റേറ്റ് നമ്മളെങ്ങനെയാണ് കാണുക? ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അപ്പോൾ ആവറേജ് റേറ്റ് എത്രയാണെന്ന് ആദ്യം നോക്കുക. ടോട്ടൽ ടാക്സ് 10,920 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം 4,60,000 ഇൻറ്റു 100. അപ്പം ടാക്സ് ആവറേജ് റേറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടാക്സ് 5,720 ആണ്. ടോട്ടൽ ഇൻകം 3,60,000 ആണ്. സോ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.59 ആവറേജ് റേറ്റ് കിട്ടും. ഓക്കെ, ഇനി റിബേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റേറ്റാണ്, ആവറേജ് റേറ്റാണ്. റിബേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എമൗണ്ട് എത്രയെന്നാണ് കിട്ടേണ്ടത്. ഇവരുടെ AOP എന്നുള്ള ഇൻകം 3,60,000 ആണ്. ആ 3,60,000 മുകളിൽ റിബേറ്റ് 2.37% കണ്ടാൽ നമുക്ക് എത്രയാണ് AOPയുടെ റിബേറ്റ് എന്നുള്ളത് കിട്ടും സിൻ്റെ കേസിൽ. സെക്കൻഡ് കേസ് ആറിൻ്റെ കേസാണെങ്കിൽ അവിടെ AOP എന്നുള്ള ഇൻകം 2,40,000 ആണ്. അതിൻ്റെ മുകളിൽ 1.59% കണ്ടാൽ ആറിൻ്റെ റിബേറ്റ് എത്രയാണെന്നുള്ളതും കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് നമ്മുടെ ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഫിഗർ കിട്ടും. ദെൻ നമുക്ക് 87A ഡിഡക്ഷനും കൂടെ റിബേറ്റും കൂടെ ക്ലെയിം ചെയ്യാം. കാരണം രണ്ടും 5 lakh ബിലോ ആണ് ഇൻകം വരുന്നത്, ടോട്ടൽ ഇൻകം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 87A നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഫൈനൽ ആൻസർ രണ്ടും നില്ലായിട്ട് മാറും. അപ്പോൾ 87A ക്ലെയിം ചെയ്യുന്നതിന് മുന്നേ 86 കൂടെ നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇൻഡിവിജ്വൽ റേറ്റിൽ MMR ടാക്സ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നോർമലി ക്വസ്റ്റ്യൻസ് അത്ര ഫോക്കസ് ചെയ്യണ്ടെങ്കിലും നമുക്ക് നോക്കി വെക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് ക്ലിയർ ആവാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത്.